roaring in the morning sun, searching for a longer day. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ 2 ദിവസത്തെ ട്രിപ്പ് പ്രാഗിലേക്ക് വന്നേക്കുവാണ്. കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ബാലൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കാമ്പ ഐലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കാമ്പ ഐലൻഡിലാണ്. അതിൻ്റെ 2 സൈഡുമാണിത്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന്. അപ്പോൾ വീണ്ടും ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ലെഫ്റ്റ് സൈഡിലുള്ള ബ്രിഡ്ജാണ് നമ്മുടെ ചാൾസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഡ്രിങ്ക്സും കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ചൂടായതുകൊണ്ട് 2 ഡ്രിങ്ക്സ് വാങ്ങിക്കാമെന്ന്. കാത്തി സ്ട്രോബെറി മൊജിറ്റോ. ഞാനിപ്പോൾ പറഞ്ഞേക്കണത് സ്ട്രോബെറി മീൻസ് ലെമണേഡാണ്. നമുക്ക് ആദ്യം ചെറിയൊരു മധുരം തോന്നിയെങ്കിലും പിന്നെ ചെറിയ പുളിയൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ബെറീസിൻ്റെ ഒക്കെ ഒരു പുളി. അപ്പോൾ അങ്ങനെ കുടിച്ച് നമ്മൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് ബസ്സും ഉണ്ട്, പിന്നെ പഴയ കാലത്തെ ടൈപ്പ് ഒരു ബസ്സും ഉണ്ട്. ബസ്സല്ല, ട്രാമാണ് കേട്ടോ, ട്രെയിൻ, അതായത് റോട്ടിൽ കൂടെ പോകുന്ന ട്രെയിൻ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു തണലത്ത് നിന്ന് ആ ഒരു ജ്യൂസ് ഫുള്ള് കുടിച്ച് തീർത്തു. പിന്നെ ഞങ്ങൾ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കാമ്പ ഐലൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ട്രാം, അതായത് ട്രെയിനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, പഴയ കാലത്തെ ഒരു ട്രെയിൻ പോലെ ഇല്ലേ. അങ്ങനെ ഞങ്ങൾ KFCയിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ KFC ട്രൈ ചെയ്യണമെന്ന് ഒരാഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പോൾ ബെർലിൻ പോലെയല്ല, ജർമ്മനി പോലെയല്ല, ഒരുപാട് വെറൈറ്റി ഓഫ് ഡിഷസും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഷേക്ക് ആയാലും ഈവൻ ചിക്കൻ ആയാലും ഒക്കെ പല പല വെറൈറ്റി ബർഗേഴ്സ്. നമ്മുടെ ഇവിടെയൊക്കെ നോർമൽ ബർഗേഴ്സ്, സിംഗർ ബർഗർ അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ കാലിഫോർണിയ ബർഗർ അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ഓഫ് ബർഗേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് എന്തായാലും സെയിം ആയിരിക്കും, ബട്ട് ഒരുപാട് റേറ്റും കുറവാട്ടോ. അപ്പോൾ ജർമ്മനിയിൽ ഈ ഒരു റേറ്റിൽ ഇത്രയും കിട്ടില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബക്കറ്റായിട്ടാണ് ഓർഡർ ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ചിക്കൻ പ്രൊമസ്. എന്ത് ബർഗറായിരുന്നു? കാലിഫോർണിയ ബർഗർ. ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ ഒരു റെസിപ്പിയൊക്കെ കൂടി കുറച്ച് കൂടുതലാണ്. കുറച്ച് സ്പൈസ്. പിന്നെ ഒരു നമുക്ക് മുട്ടയുടെ ഒരു കണ്ടന്റ് കിട്ടും. മുട്ട ഇട്ടിട്ടുണ്ട്. കഴിച്ചു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ചിക്കൻ്റെ ടെക്സ്ചറിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു ബെർലിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു കാലിഫോർണിയ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ട്, ബട്ട് ഇതൊരു കോൾഡ് ബർഗറാണ് കേട്ടോ. വാം ബർഗർ അല്ല, നോർമൽ ബർഗർ അല്ല, കോൾഡാണ്. പിന്നെ നമ്മൾ സ്റ്റുഡിയോ റൂം പോലത്തെ ഒരു റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 1 നൈറ്റിന്. അങ്ങനെ ആദ്യം ആ റൂമിൻ്റെ ആ ഒരു റിസപ്ഷൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഹോട്ടലിൻ്റെ താഴെ എത്തി. അപ്പോഴാണ് അറിഞ്ഞത് ഒരു 7 മിനിറ്റ് നടക്കണം റിസപ്ഷനിലേക്ക്, വേറെ സ്ഥലത്താണത്. അങ്ങനെ അവിടെ നിന്ന് കീയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് നടക്കുകയാണ് നമ്മുടെ ആ ഒരു റൂം ഇരിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ അവിടെ. ഗൈസ് കൊള്ളാട്ടോ, കൊള്ളാലേ. കൊള്ളാം ഗൈസ്. കിച്ചൺ ഉണ്ട്, ലൈറ്റ് ഇട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ നെയിം സിറ്റി ലീഫ് അപ്പാർട്ട്മെൻറ്റ് എന്നാണ് കേട്ടോ. അതിനാണ് നമ്മൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 500-550 മീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, കിച്ചൺ, കബോർഡ്സ്, TV, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു ഈ സംഭവം. അപ്പോൾ അത്രയും വിചാരിച്ചില്ല ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളത് കിട്ടും എന്നുള്ളത്. ഞങ്ങൾക്ക് ആയത് ഏകദേശം ഒരു 66 യൂറോ ആണ് ആയത്. അപ്പോൾ ഇതിനും എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ടിന് ഇത്രയും സ്പേഷ്യസ് ആയി കിട്ടും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതാണ് ഞങ്ങൾ ആദ്യം ഞെട്ടിപ്പോയത്. ഭയങ്കര അടിപൊളി റൂമായിരുന്നു, ക്ലീനായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം റെസ്റ്റ് എടുത്തു. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. 6:30 ഒക്കെ ആയി എണീറ്റപ്പോൾ. അവിടെ അവിടെ പോയിട്ട് ആ ഒരു വഴിയിൽ നിന്ന് താഴേക്ക് എന്താ നടക്കുന്നത്, അവിടെ കുറേ പട്ടണം.
അങ്ങനെ ഗായ്സ് ഞങ്ങൾ ദേ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇഷ്ടമുള്ള വഴിക്കൂടെയൊക്കെ നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. കയ്യിലൊരു ഡ്രിങ്കും വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു മാംഗോൻ്റെ ഡ്രിങ്കാണ് വാങ്ങിച്ചു വെച്ചത്. ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റ്സിനും അതിൻ്റേതായൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പോകുമ്പോഴൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മെയിൻ ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഒരു ഓൾഡ് ടൗണിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഈവനിങ് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ രാവിലെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാകും നമ്മൾ രാവിലെ വന്നപ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു ഇത്. ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് പറ്റില്ല. നമുക്ക് ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. കൊള്ളാല്ലേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അതെ, ഫേമസ് പൊട്ടറ്റോ ക്യാബേജ് വിത്ത് ബേക്കൺ ആണ്. പക്ഷെ നമ്മൾ കുറച്ച് വാങ്ങിച്ചു, കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, കാരണം നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. ഇത് നമ്മുടെ ഗ്രില്ല്, പോർക്ക് ഗ്രില്ല് അവിടെ നമ്മൾ കാണിച്ചില്ല. ക്യാബേജ് ബേക്കൺ കഴിച്ചു നോക്കാം, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ ഡിഷാണ്, കഴിക്കാത്തൊരു ഡിഷാണ്. ക്യാബേജ് ഒരു സ്മാഷ്ഡ് പൊട്ടറ്റോ അല്ലാത്ത, സ്മാഷ്ഡ് പൊട്ടറ്റോ വിത്ത്, സ്മാഷ്ഡ് പൊട്ടറ്റോ അല്ലത്, പൊട്ടറ്റോ വിത്ത് ക്യാബേജ് ആൻഡ് ബേക്കൺ ആണ്. ഇത് നമ്മുടെ പോർക്ക്, പിന്നെ നമ്മൾ കെച്ചപ്പും. ഇതെന്ത് സോസാണ്? കാർത്തി കഴിച്ചു നോക്കിയിട്ട് കാർത്തിക്ക് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ട്രൈ ചെയ്യാം. വേറെ ചോദിക്കും ഉപ്പൊക്കെ കിട്ടോ? കൊള്ളാം. വേറെ ടേസ്റ്റല്ലേ? ഇതുവരെ കഴിക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണോ? ഇത് ആദ്യമായിട്ടാണ് കഴിക്കാന്ന് തോന്നൂല. നമുക്ക് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ ട്രൈ ചെയ്യാൻ വേണ്ടി, പക്ഷെ നൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു. കുറച്ച് കൂടുതലായിരുന്നു ഫുഡ്, പക്ഷെ ഫുൾ മാനേജബിൾ ആണല്ലേ? എന്ത് ഫുഡല്ലേ? നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്, പക്ഷെ കുറച്ച് കൂടുതൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ക്രൗഡഡ് ആണ് കേട്ടോ. രാവിലെ ആദ്യം നമ്മളും ഒരു 3-4 പേര് മാത്രമേ ഉണ്ടാവും. നമ്മുടെ ഈ ചക്കയും കൊണ്ട് ഇതുണ്ടാക്കില്ലേ, അമ്മ മറ്റേ തോരൻ പോലെ സാധനം, കുരുമുളക് പച്ചച്ചക്ക മറ്റേ ഇങ്ങനെ കുരുമുളകും വെളുത്തുള്ളിയും മാത്രം ഇട്ട ഒരു സാധനം. അപ്പോൾ ഗായ്സ് ഇവിടെ ദേ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 40 യൂറോ ആണ് വരുന്നത് 20 മിനിറ്റിലേക്ക്. അത് കണ്ണ് കാണാൻ പറ്റുമോ? 40 യൂറോ കൊടുത്തിട്ട് വേണ്ട. Just
'cause I'm feeling so good. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഈ കാണുന്നതാണ് ചാൾസ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ കുറേ പേര് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കറിയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടോ. നല്ലൊരു നൈറ്റ് ലൈഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ലൈറ്റ്സ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. രസമുണ്ട് ഞാൻ നടക്കാൻ അല്ലേ. My friends keep me out and it hurts every time. With all the emotions I built up inside, oh why can't I? Will someone look for me if I disappear? No matter how much that I scream, nobody hears. But I see the light from far away, it's down the line. Maybe I should not give up without a fight, 'cause there will be a time. Oh, 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 oh. There will be a time. Oh, 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 oh. There will be a time. അപ്പോൾ ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം എങ്ങാനും രാത്രി വിശന്നാലോ അല്ലേ. നമ്മൾ കുറച്ചൊരു ഡ്രിങ്ക് കുടിച്ചു. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഈ ഒരു ഗുലാഷ് നമുക്ക് കഴിച്ചു നോക്കാം. ബീഫ് ഗുലാഷ്. അതിൻ്റെ കൂടെ കാർത്തി ഡാർക്ക് ബിയർ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലാണ്. പറ്റുമോ? പറ്റുമായിരിക്കും അല്ലേ. നല്ല പൂ പോലെ വന്നേക്കാട്ടോ. ആദ്യം ബീഫ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാനൊരു പീസ് വരും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്ത് നോക്കുകയാണ്. അത് രണ്ടും ഒരുമിച്ച് ഗ്രേവിയുടെ ഒപ്പം കഴിച്ചു നോക്കും. ഒരുമിച്ച് വെറൈറ്റി ബ്രെഡാണോ? വെറൈറ്റി ബ്രെഡ് അല്ലേ? കുടിച്ചു നോക്കാം. കുഴപ്പമില്ല. സെയിം സാധനം നേരത്തെ കഴിച്ചിട്ട് ഇത് കുറേ കുടിച്ചല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഫുഡ് ട്രൈ ചെയ്യാം. പീസും വെക്കാല്ലേ. ഈ സാധനം ഞാൻ ഒന്നുകൂടി കഴിച്ചു പോട്ടെ. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലായി. സോഫ്റ്റ് ബണ്ണ്, മധുരമൊന്നും ഇല്ലാത്തൊരു ബണ്ണ് കഴിക്കുന്നത്. നോർമൽ ബണ്ണിന്റെ ഇത്. ബീഫിന്റെ സംഭവം ഗ്രേവി തനി ബീഫ് കറിയാണ് കേട്ടോ അല്ലേ. കൊള്ളാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതേ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ റൂമിൽ തിരിച്ചെത്തി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണി ആവാറായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ നടന്ന് ക്ഷീണിച്ചു ഗൈസ്. നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നാളെ നമുക്ക് 10 മണിക്ക് ചെക്കൗട്ട് ഉണ്ട് ഇവിടുന്ന്. അതിനുശേഷം പിന്നെ നമുക്ക് പ്രായം കുറച്ച് നേരം കൂടി കാണാനുള്ള സമയമുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ അതായിട്ട് വരുന്നതായിരിക്കും. അതെ, അപ്പോൾ പിന്നെ കാണാം ഗൈസ്. ബൈ ബൈ.